തൃശൂരിന്റെ ഓണ ആഘോഷത്തിന് സമാപനം കുറിച്ചുള്ള പുലിക്കളി നാളെ. വിവിധ പുലിമടകളിൽ പുലിക്കളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലിച്ചായം അരയ്ക്കലും ചമയങ്ങൾ ഒരുക്കലും ടാബ്ലോ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. കുട്ടിയുടെ ചെണ്ടകൊട്ടിൽ നിന്നും ആർപ്പോവിളിയിലേക്ക് അരമണി കിലുക്കി കുടവയർ കുലുക്കിയെത്തുന്ന പുലിക്കൂട്ടങ്ങൾ. സ്വരാജ് റൗണ്ടിനെ കീഴടക്കാൻ പുലിമടകൾ തയ്യാറെടുക്കുകയാണ്. ഓരോ തവണയും പുതുമകൾ കൊണ്ടുവരുന്ന പുലികളി സംഘങ്ങൾ ഇക്കുറിയും നിറയെ വ്യത്യസ്തതകളാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇക്കുറി കേന്ദ്ര ധനസഹായമടക്കമുണ്ടെങ്കിലും സാമ്പത്തിക പരാധീനതകൾ ഒന്നും തന്നെ ബാധിക്കില്ലെന്ന് സംഘാടകർ പറയുന്നു. ധനസഹായം എപ്പോഴും ഓരോ സംഘങ്ങൾക്കും നല്ലത് തന്നെയാണ്, ഗുണം ചെയ്യും. പല സംഘങ്ങളും ഇപ്പോഴും കടത്തിൽ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു ക്ഷീണം എല്ലാ ടീമുകൾക്കും ഉണ്ടായിരുന്നു. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അറിയാലോ, അധിക സമയം തന്നെ ഉണ്ടായിരുന്നില്ല. 1 മാസത്തിലാണ് നമ്മൾ 7 ടീം പുലിക്കളിയുമായി രംഗത്തിറങ്ങിയത്. എന്നാലും നമ്മൾ ആ ഇതിലൊന്നും ഒറ്റക്കുറവും വരുത്താതെ ഇവിടുത്തെ ദേശനിവാസികളുടെ ഒറ്റ സഹകരണത്തോടെ മാത്രം മുഴുവൻ സാമ്പത്തിക സഹായം ചെയ്യുന്ന പരസ്യം സഹായിക്കുന്ന മുഴുവൻ ആളുകളുടെയും സഹായത്തോടെ അതിഗംഭീരമായ രീതിയിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാളെ വൈകുന്നേരം 4-ന് സ്വരാജ് റൗണ്ടിലേക്ക് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ വീറും വാശിയും മാറ്റുരയ്ക്കും. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാം മിൽ, ചക്കാമുക്ക്, നായ്ക്കനാൽ, യുവജന സംഘം, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ, പാട്ടുരാക്കിൽ എന്നീ 9 സംഘങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുക. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.